സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർക്കും വോട്ട് പിടിക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഇപ്പോൾ ഇത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളുമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരൊന്നും സജീവമായിട്ട് പാർട്ടിയുടെ കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കുന്നവരല്ല. പക്ഷേ സ്ഥാനാർത്ഥിയോടുള്ള ബന്ധം കാരണം അവരൊക്കെ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല. അദ്ദേഹം സസ്പെൻഷനിലാണ്. അല്ല, അത് ഇപ്പോൾ അന്വേഷണത്തിലാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. വന്നതിന് ശേഷം പാർട്ടിയെ കാര്യം തീരുമാനമെടുക്കും. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പക്ഷേ അതിങ്ങനെ അനിശ്ചയമായിട്ട് നീട്ടിക്കൊണ്ടുവന്ന് ശരിയല്ല. ഇനി അങ്ങനെ ഗവൺമെൻറ് നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയെ സമീപിക്കാം. ഇത്ര നാൾക്കുള്ളിൽ തൻ്റെ അതായത് ഒരു ജനപ്രതിനിധിയാണ്, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ പുകമറയുള്ളതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എത്രയും പെട്ടെന്ന് കോടതി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്ര മാസത്തിനകോ ഇത്ര ദിവസത്തിനകോ തീരുമാനം എടുക്കണം എന്ന് ഡയറക്ഷൻ കൊടുപ്പിക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. അതൊക്കെ അതാത് സ്ഥാനാർത്ഥികളും പാർട്ടി ഘടകങ്ങളും അതാത് പ്രദേശത്തിൻ്റെ വികാരമനുസരിച്ച് അവർ തീരുമാനമെടുക്കും. എടുത്തു എല്ലാവരും എടുത്തു. ഏതായാലും സ്വർണം കട്ടതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈൻറ്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ മറ്റേ സംശയത്തിൻ്റെ നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. രാഹുലിന്റെ കാര്യത്തിൽ ഒരു കാര്യം, ഈ പെൺകുട്ടി പല ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിലവിൽ പരാതിയൊന്നും പറയുന്നുമില്ല. ഈ പരാതി എഴുതി നൽകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് തെറ്റ് ആര് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ധൈര്യമായിട്ട് എഴുതി കൊടുക്കണം. കാരണം എന്താണെങ്കിലും സമൂഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ, ആരാണെങ്കിലും. അതുകൊണ്ട് അത് ഈ പുകമറയിൽ നിർത്തുന്നത് ശരിയല്ല. ചാനലിൻ്റെ പുറത്ത് നിന്നിട്ട് മാത്രം ശബ്ദവും ആളെ പുറത്ത് കാണാത്ത രീതി അത് നല്ലൊരു രീതിയല്ല. കാരണം ധൈര്യമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോകണം. എല്ലാ സമൂഹം അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.